നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ട്രീസാൻഡി ആക്ച്വലി ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലെ പോസ്റ്ററിൽ, ഏതോ ഒരു പോസ്റ്ററിൽ ഒരു നമ്പർ കണ്ടിട്ട് വിളിച്ചതാണ് അല്ലേ. അങ്ങനെ വിളിച്ചു, ഫോണിലൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം ആരാധനയ്ക്ക് വന്നു. ആൻറ്റിയുണ്ട്, മകളുണ്ട്, രണ്ടുപേരും വന്ന് ആരാധനയ്ക്ക് പങ്കെടുത്തു. ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക വന്നു. ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും. സാധാരണ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥന വിഷയം പറയും. ഇത് പ്രാർത്ഥന വിഷയം പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പിന്നെയും ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, മിണ്ടുന്നില്ല, രണ്ടുപേരും മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ മുഖത്ത് കാണാം ദുഃഖം. അതായത് പ്രാർത്ഥന വിഷയം പോലും പറയാനുള്ള ധൈര്യമോ ബലമോ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, രണ്ടാമതും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ആൻറ്റി, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അങ്ങോട്ട് കുറച്ച് ദൈവാലോചനകൾ പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞപ്പോൾ ആൻറ്റി പിന്നീട് പേഴ്സണലി എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ആണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. സത്യത്തിൽ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അല്ലേ. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. മാനുഷികമായി ഞാൻ അന്നേരം ചിന്തിച്ചത്, ഇതിന് എന്നാ സംഭവിക്കും? തീർന്നു, ലൈഫ് തീർന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതെന്താ സംഭവം നിങ്ങൾ അറിയണം. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അതാണ് അതിൻ്റെ കാര്യം, പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സംഭവമാണ്. തീർന്നു, ശരിയില്ലയോ? കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. 3 ഐസ്ക്രീം മേടിച്ച് എൻ്റെ മോളുടെ കൊച്ചിനും എനിക്കും കടിക്കണം, വിഷം കഴിച്ച് മരിക്കണമെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും എല്ലാ ധൈര്യവും എനിക്ക് പകർന്ന് തന്നത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ജന്മം അറിയുന്നത്. 3 ഐസ്ക്രീം മേടിച്ച് അതിനകത്ത് വിഷം കലക്കി തിന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ. എനിവേ പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് ആൻറ്റിയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. കാരണം മാനുഷികമായി നിങ്ങൾക്കത് എന്താണെന്ന് അറിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു ചാൻസും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ആൻറ്റി ശരിയാണ്. പക്ഷേ എൻ്റെ കുറേ നാളത്തെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. നമ്മൾ എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവ് നിൽക്കുകയാണെങ്കിലും ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ആകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സത്യത്തിൽ എടുത്ത തീരുമാനം ശരിയാണ്, മരിക്കുന്നതാണ് ബുദ്ധി. കാരണം അതുപോലത്തെ ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ നിയമമാകട്ടെ, പ്രോബ്ലം ആകട്ടെ, എന്താണെങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവിനോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് അതിനകത്തൊരു കാര്യം പറഞ്ഞ പിന്നെ കർത്താവ് പറഞ്ഞതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തി ഞാൻ പറഞ്ഞു, ഇങ്ങനെ നടക്കുമെന്ന് കർത്താവ് പറയുന്നു, പ്രൊഫസി പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? മരിച്ചില്ല, പറഞ്ഞതൊക്കെ നടന്നോ? എല്ലാം നടന്നു. ഒരൊറ്റ വാക്കിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിങ്ങോട്ട് ദൈവം കർത്താവ് ചിലത് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, രാവും പകലും പോലെ കർത്താവ് കാര്യങ്ങൾ തിരിച്ചു. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ദീർഘവർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. ഏത് ഫെല്ലോഷിപ്പ് ആണെങ്കിലും, അത് വീട്ടുപ്രാർത്ഥനയാകട്ടെ, ഡെലിവറൻസ് മീറ്റിംഗ് ആകട്ടെ, ഫാസ്റ്റിംഗ് പ്രയർ ആകട്ടെ, സഭായോഗമാകട്ടെ, ഒരൊറ്റ ആരാധന മുടക്കത്തില്ല. അതിന് പറയുന്നത് കർത്താവ് ചെയ്ത വിടുതൽ അത്ര വലുതാണ്. എനിവേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആൻറ്റിക്കൊരു
ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടായി. എനിക്കത് സ്ട്രോക്കായിരുന്നത് ആണോ. സ്ട്രോക്ക് വന്നു. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ ആൻറ്റി അഡ്മിറ്റ് ചെയ്തു. സത്യത്തിൽ എന്നെയും ബിനീഷിനെയും അന്നുള്ളവരെയൊക്കെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ദുഃഖമായിരുന്നു. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും എൽഡറും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ മാതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ട്രീസ് ആൻറ്റി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇതിനകത്ത് ഓർഫനായിട്ട് വരുന്നവരുണ്ട്, അവർക്കൊക്കെ അമ്മയാണ് ട്രീസ് ആൻറ്റി. പക്ഷേ ട്രീസ് ആൻറ്റി ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് വന്നു, കാഷ്വാലിറ്റിയിൽ അല്ലേ, കാഷ്വാലിറ്റി ആയിരുന്നു. ഞങ്ങളെല്ലാം മാനസികമായിട്ട് വളരെ പ്രയാസത്തിലായി. ഞങ്ങൾ ബിനീഷിൻ്റെ വീട്ടിൽ കൂടി പ്രാർത്ഥിച്ചിട്ട്, ആൻറ്റി ജനറൽ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഹോളി കമ്മ്യൂണിയൻ എടുത്തിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു. ഞങ്ങൾ അതിൽ അപ്പം നുറുക്കും എല്ലാം കൂടെ പാഴ്സൽ ചെയ്തു അല്ലേ. എടുത്തിട്ട് ബിനീഷ് ഓൾറെഡി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്, റിജി ഡോക്ടറാണ്. അപ്പം ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ നേരെ പോയി. ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞു. വേറെ തടസ്സമൊന്നും ഉണ്ടായില്ല അല്ലേ, ഇല്ലായിരുന്നു. ഞങ്ങൾ കയറി. ഞങ്ങൾ നോക്കുമ്പോൾ ട്രീസ് ആൻറ്റിക്ക് ഇപ്പോഴും ഇതൊന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ടോ? ഇല്ല. ട്രീസ് ആൻറ്റി കാഷ്വൽ എനിക്കൊരു ഓർമ്മ വന്നു. അത് പാസ്റ്ററും ബിനീഷ് പാസ്റ്ററും കൂടെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുന്ന ഒരു മിനിറ്റ് ഞാൻ ഓർമ്മ വന്നുള്ളൂ എനിക്ക്. പിന്നെ വേറെ ഒന്നും ഓർമ്മയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ചെറുതായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പം തന്നെ എനിക്ക് പോയി. ഹോളി കമ്മ്യൂണിയൻ കൊണ്ട് തന്ന ഓർമ്മയുണ്ടോ? ഇല്ല. നോക്കിക്കേ, ഞങ്ങൾ വിശ്വാസത്തോടെ പോയി അകത്ത് കയറി പാക്ക് ചെയ്ത് കൊണ്ടുപോയ, പാഴ്സൽ ചെയ്ത് കൊണ്ടുപോയ ചെറിയ ഒരു പീസ് എടുത്ത് വായി വെച്ച് കൊടുത്തു അല്ലേ. ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു, വൈൻ ഒഴിച്ചു കൊടുത്തു. ഞങ്ങൾ ആ കാഷ്വാലിറ്റി ഭയങ്കര തിരക്കാണ്, ചുറ്റുമുള്ളവർക്കൊക്കെ കാണാം. ഞങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോരുന്നു. പിന്നെയും ട്രീറ്റ്മെൻറ്റൊക്കെ തുടർന്നു. ആൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വീട്ടിലായിരുന്നു. ഞങ്ങൾ പിന്നെയും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. എനിവേ, ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ട്രീസ് ആൻറ്റി ഇന്നതാ ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് വലുതാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന് ഒരിക്കൽ കൂടെ കർത്താവ് ഇന്ന് രാത്രി തെളിയിച്ചു. ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. സത്യത്തിൽ നിങ്ങളോട് അന്ന് തൊട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അന്ന് തൊട്ട് ഞാൻ കർത്താവിനോട് പേഴ്സണലി എൻ്റെ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു, കർത്താവേ, എഴുന്നേറ്റ് നടന്ന് ഹോളി വന്ന് ആരാധിക്കണം, ഇങ്ങനെ നിർത്തി എനിക്ക് സാക്ഷ്യം പറയിപ്പിക്കണം. ഹല്ലേലൂയ. ആ പഴയ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറഞ്ഞ് വിടാം. എൻ്റെ അടുക്കൽ ആദ്യമായിട്ട് അന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം there was no chance, അതായത് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അവിടെ നിന്ന് കർത്താവ് ചെയ്ത കാര്യങ്ങൾ അല്ലേ, അത് വേറൊരു ദിവസം ഞങ്ങൾ പറയും. ഹല്ലേലൂയ. ഇങ്ങനെ പറയാം, കടക്കുമായിരുന്നു, ഇനി കുഴിയിലോട്ട് ഇട്ടാ മതി. ഒരു കുഴി എടുക്കുക, കുഴിയിലോട്ട് ഇടുക, ഇതാണ് അടുത്തത്. പക്ഷെ അവിടെ നിന്ന് ആരാധനയ്ക്ക് വന്ന ദിവസം തൊട്ട് കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയെന്ന് മാത്രമല്ല, ഓണർ ചെയ്തു. മകൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ദൈവം കൊടുത്തു അല്ലേ. ഹല്ലേലൂയ. 2 കരങ്ങൾ അടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. മെഡിക്കൽ സയൻസിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് യേശു.